ശ്രീമദ് ഭഗവത്ഗീത പാരായണത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അദ ശ്രീമദ് ഭഗവത്ഗീത അദ ഷഷ്ടോധ്യായഃ ധ്യാനയോഗഃ. ശ്ലോകം 11. ശൂചൗ ദേശേ പ്രതിഷ്ഠാപ്യ സ്ഥിരമാസനമാത്മനഃ നാത്യുച്ഛ്രിതം നാദിനീചം ചൈലാജിനകുശോത്തരം. ശ്ലോകം 12. തത്രൈകാഗ്രം മനഃ കൃത്വാ യദചിത്തേന്ദ്രിയക്രിയഃ ഉപവിശ്യാസനേ യുജ്യാത് യോഗമാത്മവിശുദ്ധയേ. അർത്ഥം: യോഗ പരിശീലനത്തിനൊരുങ്ങുന്നവർ ആളൊഴിഞ്ഞ സ്ഥലം നോക്കി ശുദ്ധിയുള്ള സ്ഥലത്ത് നിലത്ത് ദർഭ വിരിച്ച് അതിന്മേൽ മാൻതോലും വസ്ത്രവും വിരിക്കണം. അങ്ങനെ ഉണ്ടാകുന്ന ഇരിപ്പിടം ഏറെ ഉയർന്നതോ ഏറെ താണതോ ആകരുത്. അതിന്മേൽ യോഗാസനത്തിലിരുന്ന് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിച്ച് ഏകാഗ്രതയോടെ ആത്മശുദ്ധിക്കു വേണ്ടി യോഗം അനുഷ്ഠിക്കണം. ശ്ലോകം 13. സമം കായ ശിരോഗ്രീവം ധാരയന്നചലം സ്ഥിരം സംപ്രേക്ഷ്യ നാസികാഗ്രം സ്വം ദിശച്ചാനവലോകയൻ. ശ്ലോകം 14. പ്രശാന്താത്മാ വിഗതഭിർബ്രഹ്മചാരി വ്രതേ സ്ഥിതഃ മനഃ സംയമ്യ മച്ചിത്തോ യുക്ത ആസീത മത്പരഃ. അർത്ഥം: യോഗ പദ്ധതി പരിശീലിക്കുന്നവൻ ധ്യാനത്തിലിരിക്കുമ്പോൾ ദേഹം, കഴുത്ത്, ശിരസ് എന്നിവ വളവില്ലാതെ നിവർത്തി വെച്ചുകൊണ്ട് നിശ്ചലമായി ഇരിക്കണം. ദൃഷ്ടികൾ മൂക്കിന്റെ അഗ്രഭാഗത്ത് ഉറപ്പിക്കണം. വജ്രാസനത്തിലോ പത്മാസനത്തിലോ ഇരിക്കാം. ഈ സ്ഥിതിയിൽ ബാഹ്യവസ്തുക്കളുടെ നേർക്ക് ശ്രദ്ധ പതിയുകയുമില്ല. അപ്പോൾ കുണ്ടലിനി ശക്തി ഉണർന്നു പ്രവർത്തിക്കാൻ തുടങ്ങും. ശരീരത്തിനും മനസ്സിനും പൂർണ്ണ വിശ്രമം ലഭ്യമാകുന്ന ഈ അവസ്ഥയിൽ മാനസികോർജത്തിന്റെ വ്യയം കുറയും. വിശപ്പ്, ദാഹം, നിദ്ര മുതലായ ശാരീരിക വികാരങ്ങൾ സാധകനെ ശല്യപ്പെടുത്തുകയില്ല. ശ്ലോകം 15. യുജ്ഞന്നേവം സദാത്മാനം യോഗി നിയതമാനസഃ ശാന്തിം നിർവാണ പരമാം മത്സംസ്ഥാമധിഗച്ഛതി. അർത്ഥം: ശാരീരിക പ്രവർത്തനങ്ങളെയും മനോവ്യാപാരങ്ങളെയും നിയന്ത്രണാധീനമാക്കിയ അതീന്ദ്രിയജ്ഞാനി ഭൗതിക ജീവിതത്തെ അതിക്രമിച്ച് വിഷ്ണുപദം പ്രാപിക്കുന്നു. അർജുന, ഈ നിലയിലെത്തിയ യോഗിയെ സിദ്ധികൾ അനുഗമിക്കുന്നു. കുണ്ടലിനി ജാലന്തര ബന്ധം വിട്ട് സുഷ്മിനാനാഡി വഴിക്ക് ബ്രഹ്മരന്ധ്രത്തിലെ ചിതാകാശത്തിൽ പ്രവേശിക്കുന്നു. അപ്പോൾ പഞ്ചഭൂതങ്ങളുടെ ആവരണം നഷ്ടമാവുകയും ശിവശക്തി ഐക്യം സംഭവിക്കുകയും ചെയ്യുന്നു. ഭൗതിക ജീവിതത്തെക്കുറിച്ചുള്ള ചിന്ത പോലും സാധകനിൽ അവശേഷിക്കുന്നില്ല. പരമാത്മ ചൈതന്യവുമായി ലയിച്ചു ചേർന്ന അഹം ബുദ്ധി സാധകന് പരമമായ ശാന്തി പ്രദാനം ചെയ്യുന്നു. ശ്ലോകം 16. നാത്യശ്നതസ്തു യോഗോ അസ്തി ന ചൈകാന്തമനശ്നതഃ ന ചാതി സ്വപ്നശീലസ്യ ജാഗ്രതോ നൈവ ചാർജുന. അർത്ഥം: അർജുന, തീരെ ഭക്ഷണം ഉപേക്ഷിച്ചവനും അമിതാഹാരം കഴിക്കുന്നവനും തീരെ ഉറക്കമില്ലാത്തവനും വേണ്ടതിലധികം ഉറങ്ങുന്നവനും യോഗിയാകാൻ കഴിയുകയില്ല. ശ്ലോകം 17. യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്ത സ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. അർത്ഥം: ആഹാരം, വിഹാരം, പ്രവൃത്തി, നിദ്ര തുടങ്ങിയ ജീവിത വ്യാപാരങ്ങളിലെല്ലാം നിയന്ത്രണം പാലിക്കുന്നവന് യോഗ പരിശീലനം ദുഃഖകരമായി ഭവിക്കുന്നു. അതായത്, ജീവിക്കാൻ വേണ്ടി മാത്രം ആഹാരം കഴിക്കുക, ആത്മനിയന്ത്രണത്തോടെ കർത്തവ്യങ്ങൾ നിർവഹിക്കുക, വാക്കുകളിലും വിചാരങ്ങളിലെല്ലാം സംയമം പാലിക്കുക, നിശ്ചിത സമയത്ത് ഉറങ്ങുകയും ഉണരുകയും ചെയ്യുക. ഈ മട്ടിൽ നിയന്ത്രിതമായ ജീവിതം കൊണ്ട് ശരീരത്തിലെ സപ്തധാതുക്കളെയും സമനിലയിൽ നിർത്താൻ യോഗിക്ക് കഴിയും. ശ്ലോകം 18. യഥാ വിനിയതം ചിത്തം ആത്മന്യേവാവതിഷ്ഠതേ നിസ്പൃഹഃ സർവകാമേഭ്യോ യുക്ത ഇത്യുച്യതേ തഥാ. അർത്ഥം: യോഗാനുഷ്ഠാനത്താൽ മാനസിക വ്യാപാരങ്ങളെ നിയന്ത്രിച്ച്
അതീന്ദ്രിയാവസ്ഥയിൽ എത്തിച്ചേരുമ്പോൾ ഭൗതിക മോഹങ്ങളില്ലാതായ സാധകൻ യോഗയുക്തനെന്ന് പറയപ്പെടുന്നു. ശ്ലോകം 19. യഥാ ദീപോ നിവാതസ്ഥോ നേംഗതേ സോപമാ സ്മൃതാ യോഗിനോ യഥ ചിത്തസ്യ യുഞ്ചതോ യോഗാത്മാത്മനഃ. അർത്ഥം: കാറ്റു വീശാത്തിടത്ത് വെച്ചിരിക്കുന്ന ദീപത്തിന്റെ നാളം നിശ്ചലമായിരിക്കുന്നു. അതുപോലെയാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച യോഗിയുടെ മനസ്സ്. അതീന്ദ്രിയ ധ്യാനത്തിൽ മുഴുകുന്ന യോഗി ചാഞ്ചല്യമില്ലാതെ സ്ഥിതി ചെയ്യും. യത്രോ പരമദേ ചിത്തം നിരുദ്ധം യോഗസേവയാ യത്ര ചൈവാത്മനാത്മാനം പശ്യന്നാത്മനി തുഷ്യതി സുഖമത്യന്തികം യത്തദ് ബുദ്ധിഗ്രാഹ്യമതീന്ദ്രിയം വേത്തി യത്ര ന ചൈവായം സിതശ്ചലതി തത്വതഃ. യം ലബ്ധ്വാ ചാപരം ലാഭം മന്യതേനാധികം തതഃ യസ്മിൻ സ്ഥിതോ ന ദുഃഖേന ഗുരുണാപി വിചാല്യതേ. തം വിദ്യാ ദുഃഖ സംയോഗ വിയോഗം യോഗസംജ്ഞിതം സനിശ്ചയേന യോക്തവ്യോ യോഗോ അനിർവിണ്ണ ചേതസാ. അർത്ഥം: യോഗാനുഷ്ഠാനം നിമിത്തം സമാധിയുടെ പരിപൂർണാവസ്ഥയിൽ മനസ്സ് ഭൗതിക വ്യാപാരങ്ങളിൽ നിന്ന് പൂർണ്ണമായും പിന്മാറിയിരിക്കും. ഈ പൂർണാവസ്ഥയിൽ പരിശുദ്ധമായ മനസ്സുകൊണ്ട് ആത്മാവിനെ സാക്ഷാത്കരിച്ച് സമഗ്രമായ ആനന്ദം അനുഭവിക്കാനുള്ള കഴിവുണ്ടാകും. യോഗ പരിശീലനം കൊണ്ട് ഭൗതിക വിഷയങ്ങളിൽ നിന്ന് പിന്തിരിക്കപ്പെട്ടു നിരുദ്ധമായ ചിത്തം ശാന്തി നേടുന്ന അവസ്ഥയിൽ ആത്മസ്വരൂപത്തിൽ ലയിച്ച് ചലനമറ്റ് സ്ഥിതി ചെയ്യും. പത്മാസനത്തിലോ വജ്രാസനത്തിലോ ഇരുന്നു കൊണ്ട് ദൃഢനിഷ്ഠയോടെ യോഗ പരിശീലനം നടത്തിയാൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് നിർത്താൻ കഴിയും. ഭൗതിക വിഷയങ്ങളുടെ ആകർഷണ വലയത്തിൽപ്പെട്ട് നട്ടം തിരിഞ്ഞിരുന്ന മനസ്സ് പരമാനന്ദത്തിന്റെ രുചി ആസ്വദിക്കുന്നതോടെ ലൗകിക മോഹങ്ങളെയെല്ലാം വിസ്മരിക്കുന്നു. 24-25. സങ്കൽപ്പപ്രഭവാൻ കാമാൻ ത്യക്ത്വാ സർവാനശേഷതഃ മനസ്സൈവേന്ദ്രിയ ഗ്രാമം വിനിയമ്യ സമന്തതഃ ശനൈഃ ശനൈരുപരമേത് ബുദ്ധ്യാ ധൃതി ഗൃഹീതയാ ആത്മസംസ്ഥം മനഃ കൃത്വാ ന കിഞ്ചിദപി ചിന്തയേത്. ദൃഢവിശ്വാസം, ധ്യാനം, ഇന്ദ്രിയനിഗ്രഹം എന്നിവ കൊണ്ട് മനസ്സിനെ നിയന്ത്രിച്ച് സമാധിയിൽ സ്ഥിതി ചെയ്യണം. ദൃഢവിശ്വാസവും ബുദ്ധിവ്യാപാരവും കൊണ്ട് വിഷയങ്ങളിൽ നിന്ന് പിന്മാറുന്ന അവസ്ഥയാണ് പ്രത്യാഹാരം. സമാധിയിൽ മുഴുകുന്ന സാധകന് ജീവിതത്തിന്റെ ഭൗതിക പ്രശ്നങ്ങൾ ബാധകമാകുന്നില്ല. സ്ഥൂല ശരീരം ഭൗതികാപേക്ഷയുള്ളതാണെങ്കിലും അന്തർമുഖനായ യോഗിക്ക് ഭൗതിക പ്രശ്നങ്ങൾ ഇല്ല തന്നെ. ശ്ലോകം 26. യതോ യതോ നിശ്ചരതി മനഃചഞ്ചലമസ്ഥിരം തതസ്തതോ നിയമ്യതത് ആത്മന്യേവ വശം നയേത്. മനസ്സ് ചഞ്ചലമാണ്, വേഗമേറിയതാണ്, അസ്ഥിരവുമാണ്. അത് എവിടെയൊക്കെ അലഞ്ഞു നടക്കുന്നുവോ അവിടെ നിന്നൊക്കെ പിൻവലിച്ച് ആത്മാവിന് അധീനമാക്കി നിർത്തണം. ശ്ലോകം 27. പ്രശാന്ത മനസംഹ്യേനം യോഗിനം സുഖമുത്തമം ഉപൈതി ശാന്തരജസം ബ്രഹ്മഭൂതമകൽമഷം. അർത്ഥം: ഭഗവാനിൽ തന്നെ മനസ്സുറപ്പിച്ച യോഗി രജോ ഗുണത്തിന് അതീതനായി പരമാത്മാവുമായി ഐക്യം പ്രാപിക്കുന്നു. അപ്പോൾ യോഗി ആനന്ദം നേടുകയല്ല, മറിച്ച് ആനന്ദം യോഗിയെ തേടിയെത്തുകയാണ് ചെയ്യുന്നത്. 28. യുജ്ഞന്നേവം സദാത്മാനം യോഗി വിഗതകൽമഷഃ സുഖേന ബ്രഹ്മ സംസ്പർശ മത്യന്തം സുഖമശ്നുതേ. അർത്ഥം: നിയന്ത്രിതാത്മാവായ യോഗി നിരന്തരം യോഗനിഷ്ഠയുള്ളവനായി ഭൗതിക വ്യാപാരങ്ങളുടെ മാലിന്യങ്ങളിൽ നിന്ന് മുക്തി നേടി ഭഗവത് സായുജ്യമാകുന്ന പരമാത്മാനന്ദത്തിന്റെ പരമകാഷ്ഠയിൽ എത്തുന്നു. 29. സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ചാത്മനി ഈശ്വരേ യോഗയുക്താത്മാ സർവത്ര സമദർശനഃ. അർത്ഥം: യോഗനിഷ്ഠനായ സാധകൻ സകല ചരാചരങ്ങളിലും ഈശ്വര ചൈതന്യം ദർശിക്കുന്നു. ആ ഈശ്വര ചൈതന്യവും തന്റെ ജീവാത്മാവും ഭിന്നമല്ലെന്ന് കണ്ടെത്തുന്നതോടെ തന്നിൽ തന്നെ സകല ചരാചരങ്ങളെയും ദർശിക്കുന്നു. സകല ചരാചരങ്ങളിലും സ്വന്തം ആത്മാവിനെ കാണുക. ശ്ലോകം 30. യോ മാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി
സ ച മേ ന പ്രണശ്യതി. എല്ലായിടത്തും ഈശ്വര ചൈതന്യം കണ്ടെത്തുക. ആ ഈശ്വരനിൽ സകല ചരാചരങ്ങളും അന്തർഭവിച്ചിരിക്കുന്നതായി കാണുക. സാധകന്റെ പരമോന്നത പദവിയിലാണ് ഈ വിധത്തിലുള്ള ദർശനം സാധ്യമാവുക. ആ സാധകന്റെ നോട്ടത്തിൽ ഭഗവാൻ അനശ്വരനാണ്. ഭഗവദ്ദംശമായി മാറുന്ന ആ സാധകനും നിത്യനായി തീരുന്നു. ധ്യാനയോഗത്തിലെ 30 ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാവട്ടെ. ഓം നമോ ഭഗവതേ വസുദേവായ. അടുത്ത ഭാഗത്ത് ബാക്കിയുള്ള ശ്ലോകങ്ങളുമായി കാണാം. ശ്രീമദ് ഭഗവത്ഗീത പാരായണം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റും ചെയ്യണേ.